ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ അലോക സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതായത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അനുവിനെ കടയിൽ കൊണ്ടാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഷോപ്പ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് അലോക് ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മുങ്ങി കൃഷ്ണമംഗലത്തോട്ട് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അച്യുതനോട് ഈ കഥ പറയുകയാണ്. അതായത് അച്ഛാ, ഇനി അവൾ വിളിക്കുമ്പോൾ എന്നെ കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ സാധനങ്ങളും അവിടെ തന്നെ വെച്ച് അവൾക്ക് ഇറങ്ങേണ്ടി വരും. അവൾ ആ കടക്കാരുടെ മുന്നിൽ നാണം കെടും. അതാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ പറയും. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് ഒന്ന് ഓണാക്കി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ഓണാക്കി നോക്കുമ്പോൾ ഉണ്ടാവും ഒരു 70,000 രൂപയുടെ കുറവ് അക്കൗണ്ടിൽ കാണിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് ബാങ്കിലേക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ അനു വരണം. അനുവിൻ്റെ കയ്യിലാണെങ്കിലോ നിറയെ കവറുകളുണ്ട്, ഒരു 5-10 കവറുണ്ട്. അപ്പോൾ ചോദിക്കും, നീ എങ്ങനെ ഇതൊക്കെ വാങ്ങിയത്? ഓ അത് അലോകിൻ്റെ കാർഡ് ഞാൻ ഇന്നലെ എടുത്തിരുന്നു. എനിക്കറിയാം അലോകിന് ജോലി തിരക്കൊക്കെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് പിന്നെ അലോകിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാർഡ് ഇന്നലെ തന്നെ എടുത്തു വെച്ചു. പിന്നെ പിൻ നമ്പർ അലോക് മുൻപ് നമ്മളൊരിക്കൽ കടയിൽ ചെന്നപ്പോൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പിൻ നമ്പറും ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. 70,000 രൂപയ്ക്കുള്ള സാധനങ്ങൾ നീ വാങ്ങിച്ചോ? 70,000 രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഭാര്യയുടെ അന്തസ്സല്ലേ ഭർത്താവിൻ്റെ അന്തസ്സ്. ഞാൻ ഒരുങ്ങി നടക്കുന്നത് അല്ലേ അലോകിന് നല്ലത്, അല്ലെങ്കിൽ അലോകിന് മോശമല്ലേ എന്ന് പറഞ്ഞ് അനു അകത്തോട്ട് പോകും. അപ്പോൾ അച്യുതൻ നമ്മുടെ അലോകിനൊക്കെ നല്ല വഴക്ക് പറയുന്നുണ്ട്. നിന്നെ എന്തിനു കൊള്ളാണ്, സ്വന്തം കാർഡ് ഉപയോഗിച്ച് പൈസയും അവളെടുത്ത് പർച്ചേസ് ചെയ്തിട്ട് നിന്നെ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ അച്യുതൻ ദേഷ്യം പിടിച്ച് അകത്തോട്ട് പോകും. അപ്പോൾ അലോകിനാകെ നാണക്കെടാം. അലോക് വേഗം അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അനു ഇതൊക്കെ ഒതുക്കി വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അലോക് ദേഷ്യപ്പെട്ടിട്ട് ആ ഡ്രസ്സെല്ലാം വലിച്ചെറിയുമ്പോൾ പറയും, അനു പറയും, ഞാനേ ഇന്നിപ്പോൾ ഈ അലോക് ഈ ഡ്രസ്സ് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നാളെയും പോയി വാങ്ങിക്കും. പിന്നെ നാളെ എനിക്കൊരു വാച്ച് വാങ്ങണം, പിന്നെ കുറച്ച് ചെരുപ്പ് വാങ്ങണം, പിന്നെ കുറേ ഫാൻസി ഐറ്റംസ് വാങ്ങണം, ഒക്കെ വാങ്ങണം. അപ്പോൾ അലോകിന് ഇങ്ങനെ ദേഷ്യം പിടിക്കും കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വേറൊരു സാധനം കൂടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഒരു കത്തി എടുത്ത് അലോകിൻ്റെ കഴുത്തിൽ അങ്ങോട്ട് വെക്കും. നീ അന്ന് ഒരു കത്തി എടുത്ത് മാറ്റിയില്ല, അതിന് പകരം ഞാൻ വാങ്ങിയ പുതിയ കത്തിയാണിത്. എങ്ങനെയുണ്ട് അലോകെ, നന്നായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അലോകിൻ്റെ കഴുത്തിൽ ഇങ്ങനെ വെക്കണം. അപ്പോൾ അലോകിന് പേടിയാവാൻ തുടങ്ങും. എന്നിട്ട് പറയും, ഇനി നീ ഇതുപോലത്തെ നമ്പർ ഇറക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ കത്തിയുള്ള കാര്യം കൂടി നീ ഒന്ന് ഓർത്തേക്കണേ അലോകെ, കേട്ടോ എന്ന് പറഞ്ഞിട്ട് അനു അലോകിനെ ഭീഷണിപ്പെടുത്തുകയാണ് കാണിക്കുന്നത്. ഇത്രയാണ് അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീൻ. എന്തായാലും അലോകിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് വമ്പം പർച്ചേസ് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് അനുശ്രീ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇവിടെ അലോകിനെ ഇരിക്കുന്നത്. ഇതേ സമയം ദേവമംഗലത്ത് ദേവി കണക്കുകൾ കൂട്ടണം, അന്നത്തെ ദിവസത്തെ വരവ് ചിലവ് കണക്കുകൾ. അപ്പം ഇത്രയും മീനും വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം 1 രൂപയുടെ കുറവ് പോലും ഗോമതി സ്റ്റോറിലില്ലല്ലോ ചേച്ചി? ഇല്ലില്ല, ഇന്ന് 1 രൂപ പോലും കുറവില്ല. സമാധാനമായി, ഇല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവരുടെ ഉറക്കം പോയേനെ എന്ന് പറഞ്ഞ് മീനും ഇത്രയും കൂടി കളിയാക്കണം. അപ്പോൾ ദേവി പറയും, മതിയിട്ട മീനു, നിങ്ങൾ കളിയാക്കിയത് മതി, രണ്ടാൾക്ക് ഇത്തിരി കൂടുതലാണ് കുറച്ച് ദിവസമായിട്ട് എന്നെ കളിയാക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഇതേ സമയം ഗോമതിയും വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മോളെ കണക്കൊക്കെ കൂട്ടിക്കഴിഞ്ഞോ? കണക്ക് കൂട്ടിക്കഴിഞ്ഞു അമ്മേ, കുഴപ്പമൊന്നുമില്ല. 1 രൂപയുടെ കുറവ് പോലും ഇന്നത്തെ ദിവസം ഇല്ലല്ലോ? ഇല്ലമ്മേ, 1 രൂപയുടെ കുറവ് പോലും ഇല്ല. സമാധാനമായി, ഇല്ലെങ്കിൽ നീ ഇന്ന് ഞങ്ങൾ ഉറക്കം കളഞ്ഞേനെ എന്ന് പറഞ്ഞ് ഗോമതിയും ദേവിയെ കളിയാക്കണം. അപ്പോൾ ദേവി പറയും, മതിയിട്ട് അമ്മ എന്നെ ഇങ്ങനെ കളിയാക്കിയത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ബാലൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ബാലനെ കണ്ടപ്പോൾ നമ്മുടെ ദേവി അവിടെ സോഫയിൽ ഇരുന്നിട്ട് കണക്ക് കൂട്ടിയിരുന്നു. അപ്പോൾ എണീക്കും, ചെന്നത്തെ കണക്കുകളും ഒക്കെ ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ബാലന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ബാലൻ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആര്യനും ആകാശം കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പം എത്ര ചോദിക്കും, ആകാശം എവിടെയായിരുന്നു, എന്താ ഇത്ര വൈകിയത്, ഞാൻ കുറേ നേരമായി നിങ്ങളെ കോൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളെന്താ ഫോൺ എടുക്കാഞ്ഞത്? അപ്പോൾ ആകാശ് പറയും, ഞങ്ങൾ കുറച്ചൊരു തിരക്കിലായിരുന്നു, ഞങ്ങളിന്ന് ജീവനെ കണ്ടു. അപ്പോൾ ജീവനെയോ, എന്തിനാ ജീവനെ കണ്ടത് എന്ന് ചോദിക്കുകയാണ് അവർ. അപ്പോൾ പറയും, ഒന്നുമില്ല, ജലജാൻറ്റി ഇവിടെ വന്നതൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു ഇളവ്, പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജീവനെ കാണാൻ പോയത്. ഇത് കേട്ടതോടുകൂടി ബാലന് ആകെ കോപാഗ്നിയിൽ ജ്വലിക്കും. ബാലൻ പറയും, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളുടെ പെങ്ങൾ വരുത്തി വെച്ച നഷ്ടമാണ് അവർ ചോദിച്ചത്, അത് നമ്മൾ എത്രയെങ്കിലും കൊടുത്തേ പറ്റൂ. അതിന് പകരം അവനെ കണ്ട് കൈകൂപ്പി തൊഴാൻ വേണ്ടി പോയിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് ബാലൻ അവരോട് ചൂടാവുകയാണ്.
അപ്പോൾ ആകാശ് പറയുന്നത്, അച്ഛ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ്. നമ്മൾ എന്ത് ചെയ്യും ഇത്രയും വലിയൊരു തുകയ്ക്ക്? ദേവമംഗലം വിൽക്കാനാണോ അച്ഛൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ദേവമംഗലം എൻ്റെ വേർപ്പാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അത് ഞാൻ വിറ്റിട്ടാണെങ്കിൽ വിറ്റിട്ട് 1 മാസത്തിനുള്ളിൽ ഞാനത് കൊടുക്കുമെന്ന് പറയും. അപ്പം മക്കളതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴത്തേനും ബാലൻ നല്ല ചൂടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗോമതി പറയും, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇനി ഇത് മാത്രമേ ഇവിടെ കുറവുള്ളൂ. അച്ഛനും മക്കളും തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടിയാൽ എങ്ങനെയാണ് ശരിയാവുക? നമ്മുടെ മകൾക്ക് നമ്മളെല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു. ആ ഒരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിനാണ് ദൈവം ഞങ്ങളോട് ഇങ്ങനെ ശിക്ഷിച്ചത്. അവൾ ഞങ്ങളോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി വിഷമിക്കുകയാണ്. ഇനി നിങ്ങൾ വഴക്ക് കൂടരുത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഉപദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അലോകും അമ്മയും അച്യുതനും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അലോകിൻ്റെ അമ്മയുടെ വിചാരം അലോകനും നല്ല സ്നേഹത്തിലാണെന്നാണല്ലോ. അപ്പോൾ അച്യുതൻ പറയും, ഇവർ തമ്മിൽ സ്നേഹത്തിലൊന്നല്ല, ഇവർ തമ്മിൽ എപ്പോഴും അടിയും ഇടിയും യുദ്ധമാണ്. അപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമാവില്ല. അമ്മ പറയും, പിന്നെ നിങ്ങളന്ന് കാണിച്ചതൊക്കെ റൊമാൻസ് അല്ലടാ എന്ന് ചോദിക്കും. അപ്പോൾ അലോക് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അച്യുതൻ പറയും, കണ്ട ഇവൻ്റെ മൗനം കണ്ടില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഉറപ്പ്. അവനും അവളും തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും അനുവിനെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ചേട്ടൻ അന്ന് കൊടുന്ന അമേരിക്കക്കാരൻ്റെ മകളെ നമുക്ക് കല്യാണം ആലോചിക്കണോ ഇവന്? പിന്നെ ചേട്ടൻ അവരോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി. എങ്ങനെയെങ്കിലും നല്ലൊരു സാഹചര്യം വരുമ്പോൾ അനുവിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറയും. അപ്പോൾ അലോകിൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ വേണോ അച്ചേട്ടാ? അതൊക്കെ വേണം, നിങ്ങളാരും ഇതിൽ ഇടപെടണ്ട, പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം. നല്ലൊരു അവസരം വരട്ടെ, അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അലോകിൻ്റെ അമ്മയും പറയുന്നത് തന്നെയാണ്, നല്ലൊരു അവസരം വരട്ടെ, അതുവരെ നമുക്കൊന്ന് കാക്കാം, എന്താണ് ഇവിടെ ഉണ്ടാവുന്നതെന്ന് നോക്കട്ടെ, തിരക്ക് പിടിച്ചിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കരുത് അച്ചുവേട്ടാ. കാരണം ഇതിൻ്റെ വരായ്കകളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇനി വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അച്യുതൻ പറയും, ഒരു പ്രശ്നങ്ങളും ഇല്ല, ഞാനതൊക്കെ മാനേജ് ചെയ്തോളാം, നിങ്ങളാരും ഇതിൽ ഇടപെടണ്ട, നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം, ഇത് വേറെ ആരോടും പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ രാത്രി ചായയൊക്കെ കുടിച്ച് ചായക്കടയിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ ഉദയഭാനു സാറ്. അപ്പോൾ ഫോണിങ്ങനെ ഇറങ്ങി, ഇപ്പോൾ ആരായി വിളിക്കുന്നതെന്ന് ചോദിച്ച് ഉദയഭാനു ഫോൺ എടുക്കുമ്പോൾ മറ്റേ തലയ്ക്കിൽ മരുമകൻ ആനന്ദാണ്. അപ്പോൾ ആനന്ദ് ചോദിക്കും, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ദേവിയുടെ ഇനി ഗോമതി സ്റ്റോറിൽ പോകാൻ പാടില്ല എന്ന്, എന്തായത്? ആ കാര്യം അറിയാനാണ് ഞാൻ വിളിച്ചത്, നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ ഉദയഭാനു പറയും, ഞാൻ പറഞ്ഞു, പക്ഷെ അവൾ അനുസരിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരുപാട് പറയാൻ ശ്രമിച്ചു. അപ്പോൾ ആനന്ദിന് ദേഷ്യം വരും. ആനന്ദ് പറയാം, 2 ദിവസത്തെ അവധി കൂടി ഞാൻ തരാം, അതിനുള്ളിൽ നിങ്ങൾ അവളെ നിർത്തിച്ചോളുണ്ട് ഈ ഗോമതി സ്റ്റോറിലുള്ള പോക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ദേവി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ദേവി പറയും, എന്താ 2 ദിവസത്തിൻ്റെ കണക്ക് പറയുന്നുണ്ടല്ലോ, എന്താണ്? ബാലച്ചന് പൈസ കൊടുക്കുന്ന കാര്യമാണോ? നമ്മളെ കൊണ്ട് പറ്റുന്നതും നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ അല്ല ആനന്ദേട്ടാ എന്ന് ചോദിക്കും ദേവി. അപ്പോൾ ആനന്ദ് പറയും, നമ്മളെ കൊണ്ട് പറ്റുന്നത്, നിൻ്റെ അച്ഛൻ ഭയങ്കര പണക്കാരനല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം 1 കോടി രൂപയൊന്നും വലിയ പൈസയല്ല, അയാൾക്ക് പുഷ്പം പോലെ കൊടുക്കാവുന്ന പൈസയേ ഉള്ളൂ, നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞു 1 കോടി രൂപ വാങ്ങിക്കൊടുക്ക്, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും എന്ന്. അപ്പോൾ ദേവി പറയും, എൻ്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തു, അത് പൊറുക്കാൻ പറ്റുന്ന തെറ്റൊന്നുമല്ല എനിക്കറിയാം, പക്ഷെ അതിൻ്റെ പേരിൽ ഇനി എന്തിനാണ് എന്നെ ആനന്ദേട്ട ഇങ്ങനെ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് ദേവി വിഷമിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ അനു ഇങ്ങനെ കൃഷ്ണമംഗലത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോണ്ട് നമ്മുടെ ഗോമതി ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്നത് കാണാം. അപ്പോൾ ഗോമതി ഇങ്ങനെ നോക്കി നിൽക്കും അനു. അപ്പം മുത്തശ്ശിയും അങ്ങോട്ട് വരും. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കും അനു, മുത്തശ്ശി ഞാനൊന്ന് പോയി കാണട്ടെ അമ്മയെ, അമ്മ ഇനി വല്ലതും എന്നെ വഴക്ക് പറയുമോ, എനിക്ക് പേടിയുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, നീ ജയിച്ചതിൻ്റെ പേരിൽ പായസം ഉണ്ടാക്കി കൊടുന്നവളല്ലേ അവൾ, അതുകൊണ്ട് അവൾക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവും, നീ ധൈര്യമായിട്ട് മോളെ എന്ന് പറയും. അങ്ങനെ അനു പോയിട്ട് അമ്മയെ എന്ന് വിളിക്കും. അപ്പോൾ ഗോമതി സന്തോഷത്തിൽ അനുവിൻ്റെ മുഖത്തോട്ട് നോക്കി മോളെ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട മുത്തശ്ശിക്കും വളരെയധികം സന്തോഷവും, അമ്മയും മോളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എന്ന്. പക്ഷെ പെട്ടെന്നാണ് ഗോമതി റിയാലിറ്റിയിലോട്ട് തിരിച്ചു വരുന്നത്. അതായത് ഇവള് തന്നെ നാണം കെടുത്തി പോയതല്ലേ. അപ്പോൾ പറയും, നീ എൻ്റെ മകളൊന്നുമല്ല, നീ ആരെയാണ് അമ്മയെന്ന് വിളിച്ച് വരുന്നത് എന്ന് പറഞ്ഞ് ചെടികൾക്ക് ഒഴിക്കാൻ വെച്ച വെള്ളമുണ്ട് ബക്കറ്റിൽ, അതെടുത്തിട്ട് അനുവിൻ്റെ ദേഹത്തോടെ അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് പറയും, നീ എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചു പോയത്, നിനക്ക് ഇങ്ങനെ ഒരു അമ്മയും ഇല്ല അച്ഛനും ഇല്ല, നീ എൻ്റെ അടുത്ത് ഇനി ഇങ്ങനെ പറഞ്ഞ് വരരുത് എന്ന് പറഞ്ഞ് ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.
കൂടുതൽ നേരത്തെ സാന്ത്വനത്തിൻ്റെ കഥയും വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ലൈക്ക്